ഹലോ, വെൽക്കം ടു സെൻസ് ഓഫ് സ്കൂൾ ഓഫ് ലൈഫ് സയൻസസ്. 2025 നടക്കാനിരിക്കുന്ന HSA നാച്ചുറൽ സയൻസ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഈ വർഷം അവസാനത്തോടെ തീർച്ചയായും പ്രതീക്ഷിക്കാം. HSA നാച്ചുറൽ സയൻസ് ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സസ് സെൻസ് ഓഫ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. കോഴ്സ് മെറ്റീരിയൽസ് ഇതൊക്കെയാണ്: റെക്കോർഡ് ലെക്ചർ, സിമ്പിൾ ഇൻസ്റ്റന്റ് നോട്ട്സ്. സിമ്പിൾ ഇൻസ്റ്റന്റ് നോട്ട്സ് എന്ന് പറയുമ്പോൾ include comprehensive collection of study materials covering all the topics in the syllabus of our exam, including detailed descriptive notes and FAQs. എല്ലാം മലയാളത്തിലാണ്. പിന്നെ പ്രാക്ടീസ് ടെസ്റ്റ്, ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ്, ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സസ്. മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള HSA നാച്ചുറൽ സയൻസ് എക്സാമുകളിൽ സെൻസോവിലെ സ്റ്റുഡൻസിന് ഉയർന്ന റാങ്കുകളാണ് ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ HSA നാച്ചുറൽ സയൻസിലെ സെൻസ് ഓഫ് റാങ്ക് ഹോൾഡേഴ്സ് ഇതാണ്. ചിലരുടെ ഫോട്ടോസ് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഫസ്റ്റ് റാങ്ക്. മറ്റു ജില്ലകളിലും ഉയർന്ന റാങ്കുകൾ സെൻസ് ഓഫ് സ്റ്റുഡൻസിന് ലഭിച്ചു. ഇതിൽ പല റാങ്ക് ഹോൾഡേഴ്സും ലോങ് ടേം കോഴ്സിൽ തന്നെ ചേർന്ന് പഠിച്ചവരാണ്. വളരെ വാസ്റ്റ് സിലബസ് ആണ്. സുവോളജി ആൻഡ് ബോട്ടണി ഡീറ്റെയിൽഡ് ആയിട്ട് മലയാളത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നേരത്തെ ലോങ് ടേം കോഴ്സിൽ ചേർന്ന് പഠിക്കുന്നതാണ് നല്ലത്. ഓക്കെ, നമുക്ക് ഇന്ന് ജീവികളിലെ വർഗീകരണം, അതായത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനെ കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ജീവികളിലെ വർഗീകരണം, ബയോളജി ക്ലാസിഫിക്കേഷൻ, സമാനതകളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ, അതായത് ബേസ്ഡ് ഓൺ ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്, എല്ലാ ജീവജാലങ്ങളെയും തരംതിരിച്ച് വർഗീകരിക്കാൻ പല ശാസ്ത്രജ്ഞന്മാർ ശ്രമിച്ചു. അവരിൽ പ്രമുഖരാണ് അരിസ്റ്റോട്ടിൽ, ചരകൻ, ജോൺ റേ, കാൾ ലിനേസ്, R.H. പിറ്റാഗർ തുടങ്ങിയവർ. അരിസ്റ്റോട്ടിൽ ജീവശാസ്ത്രത്തിന്റെ പിതാവ്, ജന്തുശാസ്ത്രത്തിന്റെ പിതാവ്, അതായത് ഫാദർ ഓഫ് ബയോളജി എന്നും ഫാദർ ഓഫ് സുവോളജി എന്നും അരിസ്റ്റോട്ടിലാണല്ലോ അറിയപ്പെടുന്നത്. കാൾ ലിനേസ് വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ്, ഫാദർ ഓഫ് ടാക്സോണമി. ദ്വിനാമ പദ്ധതി, അതായത് ബൈനോമിയൽ നോമൻക്ലേച്ചറിന്റെ ഉപജ്ഞാതാവും ആണല്ലോ കാൾ ലിനേസ്. ആദ്യ കൃതി സിസ്റ്റമെ നാച്ചുറേ. ഇതുപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാതെ പതിവാണ്. അതായത് കഴിഞ്ഞ HSA എക്സാമിന് ജനറ പ്ലാന്റേറം എന്ന ഗ്രന്ഥം രചിച്ചത് ആരെന്ന് ചോദിച്ചു. ഈ ക്വസ്റ്റ്യൻ ഒരു കോൺട്രവേഴ്സി ക്വസ്റ്റ്യൻ ആണ്. അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോയ്സിൽ ബെന്തവൻ ഹുക്കർ ഉണ്ടായിരുന്നു, അതാണ് ആൻസർ. എന്നാൽ കാൾ ലിനേസും ജനറ പ്ലാന്റേറം എന്ന ബുക്ക് രചിച്ചിട്ടുണ്ട്. But Linnaeus gave artificial classification, and after that, Benjamin Hooker also wrote Genera Plantarum, but they gave biggest and natural classification. ഇതെല്ലാം നമ്മുടെ ഡീറ്റെയിൽഡ് നോട്ട് നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ തിയോഫ്രാസ്റ്റസ് സസ്യശാസ്ത്രത്തിന്റെ പിതാവാണ്, ഫാദർ ഓഫ് ബോട്ടണി. അദ്ദേഹം സസ്യങ്ങളെ ഏകവർഷികൾ, ദ്വിവർഷികൾ, ബഹുവർഷികൾ, അതായത് ആനുവൽസ്, ബൈനൽസ്, പെരനൽസ് എന്ന് തരംതിരിച്ചു. അത് തിയോഫ്രാസ്റ്റസ്. ജോൺ റേ സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു. ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേറം എന്ന പുസ്തകം രചിച്ചു. ഓർക്കണം, ബെന്തവൻ ഹുക്കർ നമ്മൾ നേരത്തെ ഇപ്പൊ പറഞ്ഞതാണല്ലോ. എന്താണ് ബെന്തവൻ ഹുക്കർ രചിച്ചത്? ജനറ പ്ലാന്റേറം. നമ്മൾ മാറിപ്പോകരുത്. ചരകൻ ആയുർവേദത്തിന്റെ പിതാവ് 200ഓളം ജന്തുജാലങ്ങളെ ഉൾപ്പെടുത്തി ചരക സംഹിത എന്ന ഗ്രന്ഥം രചിച്ചു. അതായത് വർഗീകരണവുമായി ബന്ധപ്പെട്ടും ഏത് വേണമെങ്കിലും ചോദിക്കാം. 8, 9, 10 സ്റ്റാൻഡേർഡിലുള്ള കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് ആണ്. ദെൻ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ജീവജാല വർഗീകരണത്തെ കുറിച്ച് ആദ്യമായി പ്രസ്താവിച്ച അരിസ്റ്റോട്ടിലാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷനിൽ ഹി ഈസ് ബേസ്ഡ് ഓൺ സിമ്പിൾ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്. സിമ്പിൾ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഉദാഹരണം, ജന്തുക്കളെ അദ്ദേഹം ഡിവൈഡ് ചെയ്ത് എന്താണ്? എനൈമ എന്ന് പറഞ്ഞാൽ
ചുവന്ന രക്തമുള്ള ജന്തുക്കളെന്നും ചുവന്ന രക്തം ഇല്ലാത്ത ജന്തുക്കളെന്നും രണ്ടായിട്ട് വിഭജിക്കും. ഇറ്റ്സ് വെരി സിമ്പിൾ അല്ലേ, ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. പക്ഷേ ഇത് വെരി സിമ്പിൾ. പക്ഷേ ഏതൊരു ടെസ്റ്റിന് PSC ടെസ്റ്റിന് ചോദിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്, HSI ടെസ്റ്റിനല്ല. അപ്പൊ എല്ലാം നമ്മൾ ഓർത്തിരിക്കുക, ചിലപ്പോൾ ചോദിച്ചാലോ. ദെൻ 2 കിങ്ഡം, അതായത് ദ്വിലോക വർഗീകരണം, 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ളതാണ്. ദ്വിലോക വർഗീകരണം പ്രയോഗത്തിൽ കൊണ്ടുവന്നത് കാൾ ലിനിയസ് ആണ്. അദ്ദേഹം ജീവലോകത്തെ ജന്തുലോകമെന്നും സസ്യലോകമെന്നും തരംതിരിച്ചു. ജന്തുലോകത്തെയും സസ്യലോകത്തെയും അദ്ദേഹം വീണ്ടും ഉപവിഭാഗങ്ങളായി, അതായത് ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് എന്നിങ്ങനെ ഓരോ തലങ്ങളായി വിഭജിച്ചു. ഈ ഓർഡർ ഇത് വളരെ സിമ്പിൾ ആണ് അല്ലേ, പക്ഷെ ചിലര് ഇത് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. ഇത് ഫാമിലി, അതിനു മുമ്പ് ചിലപ്പോൾ ജീനസ് വരും, ഇങ്ങനെയൊക്കെ. അപ്പോൾ അതെല്ലാം ഒന്ന് ലോങ് ടേം മെമ്മറിയിൽ ആക്കി വെക്കുക. ദെൻ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, ഇതിന് പഞ്ചലോക വർഗീകരണം എന്ന് എഴുതി കാണാറുണ്ട്. ആ പേരിലൂടെ ഓർത്തിരിക്കുക. NCERT മലയാളം ബുക്കിൽ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ തന്നെയാണ്. 1969 RH വിറ്റാഗറാണ് 5 കിങ്ഡം വർഗീകരണം മുന്നോട്ട് വെച്ചത്. കാൾ ലിനിയസിന്റെ വർഗീകരണത്തിലെ പല പോരായ്മകളും പരിഹരിച്ചാണ് വിറ്റാഗർ പഞ്ചലോക വർഗീകരണം നടത്തിയത്. ലിനേയസിന്റെ വർഗീകരണത്തില് സസ്യങ്ങളെയും ജന്തുക്കളെയും മാത്രമേ പരിഗണിച്ചിരുന്നുള്ളൂ അല്ലെ. ബാക്ടീരിയ, അമീബ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികളെ പരിഗണിച്ചിരുന്നില്ല. ഇവയെ സസ്യവർഗത്തിലോ ജന്തുവർഗത്തിലോ ഉൾപ്പെടുത്താൻ സാധിക്കില്ല. കാരണം ബാക്ടീരിയയ്ക്ക് വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ല. മറ്റുള്ളവയ്ക്ക് വ്യക്തമായ മർമ്മം, അതായത് ന്യൂക്ലിയസ് ഉണ്ടെങ്കിൽ തന്നെ അവയുടെ കോശാംഗങ്ങൾ, അതായത് സെൽ ഓർഗനൽസ് ഒന്നും തന്നെ വേർതിരിക്കപ്പെട്ടിട്ടില്ല. നമുക്കറിയാമല്ലോ, സസ്യലോകത്തിലും ജന്തുലോകത്തിലും ഉൾപ്പെടാത്ത ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ വിഭാഗങ്ങളെ കൂടി ഉൾപ്പെടുത്തി അമേരിക്കൻ ശാസ്ത്രജ്ഞനായ റോബർട്ട് വിറ്റാഗർ ജീവലോകത്തെ 5 കിങ്ഡങ്ങളായി വർഗീകരിച്ചു. ഈ രീതി ശാസ്ത്രലോകത്ത് കൂടുതൽ സ്വീകാര്യത നേടി. ഇപ്പോൾ ഇതാണല്ലോ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഇത് എല്ലാവർക്കും പഠിച്ചിട്ടുള്ളതാണ്, +2 തലത്തിലുമല്ല. പക്ഷെ ചില പ്രത്യേക കാര്യങ്ങൾ ഓർക്കാനുണ്ട്, വളരെ ശ്രദ്ധിക്കുക. അതായത് 5 കിങ്ഡം: മൊണീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ. ഈ ഓരോ കിങ്ഡത്തിന്റെയും പ്രത്യേകത, അതിന്റെ കോശത്തിന്റെ പ്രത്യേകത എന്താണ്? കോശഭിത്തി, അതായത് സെൽ വാൾ, ദെൻ മർമ്മസ്തരം, ന്യൂക്ലിയർ മെമ്പറൈൻ, ശരീരഘടന, അതായത് ബോഡി ഓർഗനൈസേഷൻ, പോഷണം, അതായത് എന്താണ്, ന്യൂട്രീഷൻ. കോശം: മൊണീറ പ്രോകാരിയോട്ടിക് യൂണിസെല്ലുലാർ ഫോമാണ്, അതായത് വ്യക്തമായ മർമ്മം ഇല്ലാത്തത്, അതായത് ഇൻസിപ്പിൻ ന്യൂക്ലിയസ് എന്നല്ല നമ്മൾ പറയും. പ്രോട്ടിസ്റ്റ മുതൽ ഫഞ്ചൈ, പ്ലാന്റ്, അനിമൽ എല്ലാം യൂക്കാരിയോട്ടാണ്, വ്യക്തമായ മർമ്മത്തോടു കൂടിയവയാണ്. കോശഭിത്തി നോക്കാം, സെൽവാൾ. ഇവിടെ മൊണീറ അതിന് സെല്ലുലോസ് നിർമ്മിതമല്ലാത്ത കോശഭിത്തി. നമുക്ക് ബാക്ടീരിയ പഠിക്കുമ്പോൾ അതിന്റെ സെൽവാളിനെ കുറിച്ചെല്ലാം മൈക്രോബയോളജിയിലെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. എന്തായാലും സെല്ലുലോസ് മെയ്ഡല്ല. പ്രോട്ടിസ്റ്റ അത് ചിലവയിലുണ്ട്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, അതിലേക്ക് ഞാൻ വരാം. ഫഞ്ചൈ കൈറ്റിൻ മെയ്ഡായിട്ടുള്ള സെൽവാളാണ്. പ്ലാന്റ് സെല്ലുലോസ് മെയ്ഡാണ് കോശഭിത്തി. അനിമയിലേക്ക് കോശഭിത്തി ഇല്ല. അപ്പൊ ഇവിടെ ചിലവയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ പ്രോട്ടിസ്റ്റയിൽ വരുന്ന ഓർഗാനിസം ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് മൊണീറ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരും, മൊണീറ പ്രോട്ടിസ്റ്റ, പ്രോകാരിയോട്സ് ആയിട്ടുള്ള ഓർഗാനിസമാണ്. അപ്പോൾ ബാക്ടീരിയ ഒക്കെയാണ് വരുന്നത്. ഫഞ്ചൈ എന്ന് കേട്ടാൽ ഫംഗസ് ഒക്കെ വരുന്നു എന്ന് പെട്ടെന്ന് നമുക്ക് സ്ട്രൈക്ക് ചെയ്യും. പ്ലാന്റ്, അതുപോലെ പ്ലാന്റ്സ് ഒക്കെ വരുന്നത്. അനിമേലിയ, അനിമൽസ് വരുന്നത്. ദെൻ പ്രോട്ടിസ്റ്റ എന്ന് കേൾക്കുമ്പോൾ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അതായത് ഒറ്റ പേരിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എന്താ? അതിൽ വരുന്നത് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ +2 തലത്തിൽ. എന്തൊക്കെയാണ്? അനിമൽ ലൈക്ക്, പ്ലാൻ ലൈക്ക്, ഫംഗൽ ലൈക്ക് തന്നല്ലോ. അപ്പോ അനിമൽ ലൈക്ക്, പ്ലാൻ ലൈക്ക്, ഫംഗൽ ലൈക്ക് ഉദാഹരണം നമുക്ക് നോക്കാം. അനിമൽ ലൈക്കിൽ നമുക്ക് പ്രോട്ടോസോൻസ് എല്ലാം അതിലല്ലേ വരുന്നത്. അതിലെല്ലാം വരുന്ന എല്ലാം ഉദാഹരണം എല്ലാം അറിയാലോ, എല്ലാം ഞാൻ പറയുന്നില്ല. പ്രോട്ടോസോൻസ് ഫോർ എക്സാമ്പിൾ. അപ്പോൾ പ്രോട്ടോസോവൻസ് എന്ന് പറയുന്നത് അമീബ. അമീബ എന്താ? പ്ലാന്റ് പോലെ അല്ലല്ലോ ഇരിക്കുന്നത്. കൂടുതൽ അനിമൽ പോലെ അല്ലേ. അപ്പൊ അനിമൽ ലൈക്കാണ്. എന്നാൽ
ആ പ്രോട്ടോസോൺസിനെ അനിമേലിയയിൽ വയ്ക്കാൻ പറ്റുമോ? ഇല്ല. കാര്യം എന്താ? അനിമേലിയ മൾട്ടിസെല്ലുലാർ യൂക്കാരിയോട്സ് ആണ്. അപ്പോൾ അതുപോലെ യൂഗ്ലീന പോലുള്ള ക്ലോറോപ്ലാസ്റ്റ് ഒക്കെ ഉണ്ട്. അത് പ്ലാൻ ലൈക്കാണ്. പ്ലാന്റയിൽ വെക്കാൻ പറ്റുമോ യൂഗ്ലീനെ? പറ്റത്തില്ല. കാരണം എന്താ? പ്ലാന്റ് മൾട്ടിസെല്ലുലാർ യൂക്കാരിയോട്സ് ആണ്. അപ്പൊ ഇതെല്ലാം യൂണിസെല്ലുലാർ അല്ലേ. അപ്പോൾ ശരിക്കും അതുപോലെ സ്ലൈം മോൾഡ് ഇതൊക്കെ അപ്പൊ ഒരിടത്തും വെക്കാൻ പറ്റുന്നില്ല. ഒരിടത്തും വെക്കാൻ പറ്റാത്ത നമ്മൾ എവിടെ ഇടുന്നത്? ഇപ്പൊ നമ്മള് വീട്ടിലൊക്കെ ആണെങ്കിൽ ഒരിടത്തും വെക്കാൻ പറ്റുന്നില്ല, കൊള്ളത്തില്ല. അങ്ങനെയാണെങ്കിൽ എവിടെയെങ്കിലും ഡംപ് ചെയ്യും അല്ലേ. അപ്പൊ അതിന്റെ ഗാർബേജ് ക്യാൻ. അപ്പോൾ ഗാർബേജ് ഇല്ല. അതുകൊണ്ട് പ്രോട്ടിസ്റ്റെ സാധാരണ പറയുന്നത് ഡംപിംഗ് ഗ്രൗണ്ട് കിങ്ഡം എന്ന് പറയാറുണ്ട്. ഗാർബേജ് ക്യാൻ ഓഫ് ക്ലാസിഫിക്കേഷൻ എന്നും പറയാറുണ്ട്. ഇത് ചോദിച്ചിട്ടുണ്ട് മുമ്പ്. അപ്പോൾ ഞാൻ കൂടുതൽ പ്രോട്ടിസ്റ്റെ കുറിച്ച് പറയുമ്പോൾ പറയാം. ഇത് ഓരോന്നിനെ കുറിച്ച് നമ്മൾ പഠിക്കണമല്ലോ, അന്നേരം പറയാം. ദെൻ ഇനി മർമ്മസ്തരം നമുക്കറിയാമല്ലോ, ഇത് മൊണീറ പ്രോട്ടിസ്റ്റയാണ്. അതിൽ മർമ്മസ്തരം ഇല്ല. ബാക്കിയുള്ള എല്ലാത്തിനും ന്യൂക്ലിയർ മെമ്പറൈനുണ്ട്. ദെൻ ശരീരഘടന ഇവിടെ മിക്കവയും ഒറ്റ കോശത്തോടുന്ന, അതുപോലെ പ്രോട്ടിസ്റ്റയും മിക്കവാറും ഒറ്റ കോശത്തോടുകൂടെയാണ്. എന്നാൽ ബാക്കിയുള്ളതെല്ലാം മിക്കവാറും എന്താണ്? എല്ലാം ബഹുകോശമാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇത് രണ്ടും ഇതെല്ലാം മൊണീറയും പ്രോട്ടിസ്റ്റയും ഒരു കാര്യത്തിൽ ഒരുപോലെയാണ്. രണ്ടും ഏകകോശമാണ് അല്ലെ. രണ്ടും ഒറ്റ കോശത്തോടു കൂടിയുള്ളതാണ്. പക്ഷെ എങ്ങനെ? ഹൗ ദ ഡിഫർ? മൊണീറ ഇറ്റ് ഈസ് യൂണിസെല്ലുലാർ പ്രൊകാരിയോട്സ്. Protista it is unicellular eukaryote. Okay. Then ഇനി പോഷണം മൊണീറ ശരിക്കും പരപോഷികളുണ്ട്, സ്വപോഷികളുണ്ട്. പരപോഷികൾ എന്ന് പറയുന്നത് ഹെറ്ററോട്രോഫാണ്. ഈ പേരുകളെല്ലാം മാറിപ്പോരുത്. പരപോഷികള്, അതുപോലെ ഇവിടെ പരാദങ്ങള്, ഇതെല്ലാം മാറിപ്പോരുത്. പരപോഷികൾ എന്ന് പറയുന്നത് ഹെറ്ററോട്രോഫ്. പിന്നെ ഹെറ്ററോട്രോഫില് പാരസൈറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ സ്വപോഷികൾ എന്ന് പറയുന്നത് ഓട്ടോട്രോഫ്. അപ്പൊ ഹെറ്ററോട്രോഫ് പരപോഷികളുണ്ട്, സ്വപോഷികളുണ്ട്. പിന്നെ ഇവിടെയും പ്രോട്ടിസ്റ്റ പരപോഷികളുമുണ്ട്, സ്വപോഷികളുമുണ്ട്. നമുക്ക് അതിൽ വരുന്ന റെപ്രസെന്റേറ്റീവ്സ് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഫഞ്ചയില് പരപോഷികൾ എന്ന ഹെറ്ററോട്രോഫ്. ആ ഹെറ്ററോട്രോഫ് ഫഞ്ചയിൽ ഏതെല്ലാം വരാം? പരാദങ്ങൾ എന്ന് വരാം. പിന്നെ സാപ്രോഫൈറ്റ്സ് എന്ന് പറയാൻ ശവോപജീവികൾ. ശവോപജീവിയെ മൃതപോഷികൾ എന്നും പറയാം. ഒന്നും കൂടെ മനസ്സിലാക്കുക. ഇപ്പൊ ഇവിടുത്തെ പരപോഷികൾ ഹെറ്ററോട്രോഫ് ഇവിടെ രണ്ട് രീതിയിൽ. എന്തെല്ലാം? പാരസൈറ്റ്സ്, പിന്നെ സാപ്രോഫൈറ്റ്സ്. അങ്ങനെ ചിന്തിക്കുക. പിന്നെ മലയാളം നോക്കുക. അപ്പോൾ ഹെറ്ററോട്രോഫില് ഇവിടെ പാരസൈറ്റ്സ് ഉണ്ട്, സാപ്രോഫൈറ്റ്സ് ഉണ്ട്. ഈ പഞ്ചയില് ഹെറ്ററോട്രോഫ് അല്ലെ, പരപോഷികളെന്ന് നമുക്കറിയാം. അതില് പാരസൈറ്റ്സ്, പരാദങ്ങൾ എന്ന് പറയുന്ന പാരസൈറ്റ്സും ഉണ്ട്. ശവോപജീവികൾ അഥവാ മൃതഭോജികൾ എന്ന് പറയുന്ന സാപ്രോഫൈറ്റ്സും. ഓക്കെ. ദെൻ പ്ലാന്റ് ഓട്ടോട്രോഫ് ആണല്ലോ, സ്വപോഷികള്. അനിമേലിയ പരപോഷിക, അത് ഹെറ്ററോട്രോഫാണ്. ഓക്കെ. ദെൻ 3 കിങ്ഡം വർഗീകരണം, അതായത് ഏണസ്റ്റ് ഹേക്കൽ ആണ് പ്രൊഫോർഡ് ചെയ്തത്. അത് ഏത് കിങ്ഡം എന്നൊക്കെ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇതെല്ലാം ഓരോന്നും നിലവിൽ വന്നതിന്റെ കോണ്ടെക്സ്റ്റ് ഒക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് വലുതായിട്ട് പഠിക്കണ്ട. അപ്പോൾ 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഏണസ്റ്റ് ഹേക്കലാണ്. ഏണസ്റ്റ് ഹേക്കൽ പല സ്ഥലങ്ങളിലും വരുന്നതല്ലേ ഇദ്ദേഹത്തിന്. ഇവിടെ ടാക്സോണമി ഇതുമായിട്ട് ബന്ധപ്പെട്ടും വരുന്നു, വർഗീകരണമായിട്ട് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. പ്ലാന്റ്, പ്രോട്ടിസ്റ്റ, അനിമേലിയ, ഇതാ ഒരെണ്ണം കൂടെ വന്നു, പ്രോട്ടിസ്റ്റ. 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വർഗീകരണം കൊണ്ടുവന്നത് കോപ്ലാൻഡ് ആണ്. അവിടെ മൊണീറ കൂടെ പുതിയതായിട്ട് വന്നു. അപ്പോൾ 4 കിങ്ഡം ആരാ കൊണ്ടുവന്നത്? കോപ്ലാൻഡ്. ഏതൊക്കെയാ 4 കിങ്ഡം? മൊണീറ, പ്രോട്ടിസ്റ്റ, പ്ലാന്റ് ആൻഡ് അനിമേലിയ. ഈ വർഗീകരണ ശാസ്ത്രത്തിലെ നൂതന പ്രവണതകൾ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതെ, 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ 6 കിങ്ഡം വർഗീകരണം. മൊണീറ അതിൽ എന്താ വരുന്നത്? ബാക്ടീരിയ ഓഫ് ഡിഫറെന്റ് ടൈപ്സ് അല്ലേ. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് എന്ന് പറഞ്ഞാൽ യു ബാക്ടീരിയ ഉണ്ട്, ആർക്കി ബാക്ടീരിയ ഉണ്ട്. യു ബാക്ടീരിയ അല്ലെങ്കിൽ വെറും ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ഈ യു ചേർന്ന് വരുന്നതെല്ലാം യു സീലോം, യു ബാക്ടീരിയ, ഇതെല്ലാം പറയുന്ന ട്രൂ ഫോം ഉള്ളതാണ്. അപ്പൊ ശരിക്കുമുള്ള ബാക്ടീരിയ
അല്ലെങ്കിൽ ബാക്ടീരിയയും ആർക്കി ബാക്ടീരിയയും ഉണ്ട് അല്ലെ. അപ്പൊ മൊണീറ കിങ്ഡത്തിൽ ഉൾപ്പെട്ടിരുന്ന ആർക്കി ബാക്ടീരിയ എന്ന വിഭാഗം കോശഘടനയിലും ജീവധർമ്മങ്ങളിലും മറ്റ് ബാക്ടീരിയകളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് കണ്ടെത്തി. എന്നിട്ട് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ മൊണീറയിലാണ് ആർക്കി ബാക്ടീരിയയും അല്ലെങ്കിൽ ആർക്കിയും ബാക്ടീരിയയും വരുന്നെങ്കിലും മൊണീറയിലുള്ള ആർക്കി ബാക്ടീരിയക്ക് യൂക്കാരിയോട്സുമായിട്ടാണ് കൂടുതൽ ബന്ധമെന്ന് കാൾ വൗസ് കണ്ടുപിടിച്ചു. ആരാണ്? കാൾ വൗസ്, അമേരിക്കൻ ശാസ്ത്രജ്ഞനായ കാൾ വൗസ് കണ്ടുപിടിച്ചു. വെരി ഇമ്പോർട്ടന്റ് ഇത്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? അപ്പോ ബാക്ടീരിയ ഒന്നുകൂടെ, മൊണീറ കിങ്ഡത്തിൽ ഉൾപ്പെട്ടിരുന്ന ആർക്കി ബാക്ടീരിയ എന്ന വിഭാഗം കോശഘടനയിലും ജീവധർമ്മങ്ങളിലും മറ്റു ബാക്ടീരിയകളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് കണ്ടെത്തി. തുടർന്ന് മൊണീറ എന്ന കിങ്ഡത്തെ എന്ത് ചെയ്തു? വിഭജിച്ച് ആർക്കിയ, ബാക്ടീരിയ എന്നീ 2 കിങ്ഡങ്ങളാക്കി. അങ്ങനെ ആകെ ബാക്ടീരിയ എന്താ? ആർക്കിയ ബാക്ടീരിയ അല്ലെങ്കിൽ യു ബാക്ടീരിയ, ആർക്കിയ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ എന്നിങ്ങനെ 6 കിങ്ഡങ്ങളാക്കി മാറ്റി. കാൾഡ്യൂസ് ഇതിങ്ങനെയാണ് ഉണ്ടോ? കിങ്ഡം ബാക്ടീരിയ, കിങ്ഡം ആർക്കിയ എന്ന് പറഞ്ഞാൽ ഇത് 2 മൊണീറയാണ്. ഒരു അതിനെ 2ആക്കി, 2 കിങ്ഡം. കിങ്ഡം ബാക്ടീരിയ, കിങ്ഡം ആർക്കിയ, പിന്നെ എന്താ? കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റ്, കിങ്ഡം അനിമേലിയ. അടുത്ത പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താ? ഈ ഡൊമൈൻ, ഇവിടെ കിങ്ഡം ബാക്ടീരിയയുടെ ഡൊമൈൻ ബാക്ടീരിയ എന്നാണ്. കിങ്ഡം ആർക്കിയ എന്താ? ഡൊമൈൻ ആർക്കിയായി. ഇനി കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റ്, കിങ്ഡം അനിമേലിയ, ഇത് 4ഉം കൂടെ ചേർന്ന് ഡൊമൈൻ യൂക്കാരിയായി. ഇത് യൂക്കാരിയോട്സ് ആണല്ലോ. അപ്പൊ അദ്ദേഹം ആദ്യം ചെയ്ത കാര്യം മനസ്സിലാക്കുക, ബാക്ടീരിയയിലുള്ള അല്ലെങ്കിൽ മൊണീറയിലുള്ള ബാക്ടീരിയ ആർക്കിയയും 2 കിങ്ഡമാക്കി. 6 കിങ്ഡമായില്ലേ. ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഇദ്ദേഹം ചെയ്തത് എന്താണെന്ന് അറിയാമോ? ഇവിടെ 3 ഡൊമൈൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊടുക്കും. 3 ഡൊമൈൻ വർഗീകരണം കാൾ വൗസ് തന്നെയാണ് ചെയ്തത്. കാൾ വൗസ്. അപ്പൊ ഇതുകൂടാതെ കിങ്ഡത്തിന് മുകളിലായി ഡൊമൈൻ എന്നൊരു വർഗീകരണം കൂടെ തലം കൂടെ കണ്ടു. അപ്പൊ നമ്മൾ സാധാരണ ക്ലാസിഫിക്കേഷനിൽ ഏറ്റവും മുകളിൽ വരുന്നത് എന്താണ്? ശരിക്കും അല്ലേ? അപ്പൊ ശരിക്കും ഇവിടെ നമ്മൾ അതിന് മുമ്പ് അതിന് മേലായിട്ട് എന്ത് വരുന്നു? ഡൊമൈൻ കൂടെ വരുന്നുണ്ട്. അപ്പൊ അതും കൂടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കും. ഓക്കെ. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഇത് എങ്ങനെയാണ്, എന്താണ് അദ്ദേഹം എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഒരു മോളിക്കുലർ ബയോളജി ബേസ് ചെയ്തിട്ടാണ്. അതായത് റൈബോസോമിലെ 16S-RRNA അടിസ്ഥാനമാക്കിയാണ് കാൾ വൗസ് വർഗീകരണം ചെയ്തത്. അദ്ദേഹത്തിന് ഇതെല്ലാം ഈ കൺസെപ്റ്റ് കിട്ടിയത് റൈബോസോമിലെ 16S-RRNA ബേസ് ചെയ്തിട്ടാണ്. വെരി ഇമ്പോർട്ടൻ്റ് ഓർമ്മിച്ച് ചെയ്യുക. 3 ഡൊമൈൻ വർഗീകരണ പ്രകാരം ആർക്കിയ ബാക്ടീരിയ ആർക്കിയ ബാക്ടീരിയക്കാളും എന്താണ്? യൂക്കാരിയോട്ടുമായിട്ടാണ് ബന്ധമുള്ളത്. മനസ്സിലാക്കുക. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, മൊണീറ അതിലാണ് എന്താ? യു ബാക്ടീരിയ, അതായത് ശരിക്കും ബാക്ടീരിയയും ആർക്കി ബാക്ടീരിയയും വരുന്നത്. അപ്പൊ നമ്മുടെ സാമാന്യ ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ് നമ്മൾ വിചാരിക്കുന്നത്? ആർക്കി ബാക്ടീരിയ ആരുമായിട്ടായിരിക്കും കൂടുതൽ ബന്ധം? ബാക്ടീരിയയുമായിട്ടായിരിക്കും എന്നല്ലേ നമ്മൾ വിചാരിക്കുള്ളൂ. ബാക്ടീരിയയുമായിട്ട് ശരിക്കും പല കാര്യങ്ങളും റിസംബിൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. പക്ഷെ എന്നാലും ആർക്കി ബാക്ടീരിയക്ക് കാൾ വൗസ് 16S-RRNA ബേസ് ചെയ്തിട്ട് പരീക്ഷണം നടത്തിയപ്പോ എന്ത് കണ്ടുപിടിക്കാൻ സാധിച്ചു? ആർക്കി ബാക്ടീരിയക്ക് കൂടുതലും യൂകാരിയോട്സുമായിട്ടാണ് കൂടുതൽ റിലേഷൻ എന്ന് മനസ്സിലാക്കി. വളരെ പ്രധാനപ്പെട്ട കാര്യമായത്. ഇപ്പൊ ഏതെല്ലാം രീതിയിൽ ആർക്കി ബാക്ടീരിയ യൂക്കാരിയോട്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് നെറ്റ് എക്സാം പോലുള്ളതിനെല്ലാം വളരെ കൂടുതൽ അഡ്വാൻസ് ആയിട്ട് ചോദിക്കും. അപ്പൊ അതിൽ ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിക്കും. അത് ഇവിടുത്തെ ഈ പോർഷനിൽ വരുന്നതല്ല. എന്നാലും ഈ ഭാഗം
വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കൊണ്ട് ഞാനത് ഇവിടെ ഇപ്പോഴേ നിങ്ങൾ പഠിച്ചുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടെ എങ്ങനെ ഇത് തന്നിരിക്കുന്നു എന്നുള്ളത്. ഇവിടെ ഇത് 16 SR ആണ്. ഇത് ഒന്ന് മാത്രം മനസ്സിലായി. സ്മോളർ യൂണിറ്റിൽ 16 SR ആണ് ഇതിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ ഇത്രയും കൂടെ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടത് നമ്മുടെ ഈ വർഗീകരണവുമായിട്ട് ബന്ധപ്പെട്ട് നല്ല വലുതായിട്ട് വരുന്നെങ്കിലും ഒന്ന് ഞാൻ ഓടിച്ചു പറയാം. അതായത് പ്രോകാരിയോട്ടിക് റൈബോസം ആണല്ലോ 70s, യൂകാരിയോട്ടിക് റൈബോസം ആണല്ലോ 80s. പ്രോകാരിയോട്ടിക് റൈബോസം ആണെങ്കിലും യൂകാരിയോട്ടിക് റൈബോസം ആണെങ്കിലും രണ്ടിലും ഓരോന്നിലും വലിയൊരു യൂണിറ്റും ചെറിയ യൂണിറ്റും ഉണ്ട്. വലിയ യൂണിറ്റ് 70s വലിയ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ലാർജർ യൂണിറ്റ് 50s ആണ്. സ്മോളർ യൂണിറ്റ് എന്ന് 30s ആണ്. ഇവിടെ യൂകാരിയോട്ടിലെ 80s ആണ്. അതിൽ വലിയ യൂണിറ്റ് 60s ആണ്. ഇത് 40s ആണ്. അപ്പൊ ഇവിടെ ആഫ്റ്റർ ആൾ റൈബോസം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചേർന്നാണ് ഉണ്ടാക്കിയത്? എന്തൊക്കെയാ? RNAയും പ്രോട്ടീൻ തന്നെയല്ല. അപ്പൊ ഇവിടെ ഏതെല്ലാം തരത്തിലുള്ള RNA ഉണ്ട്? 50s എത്രയൊക്കെ ഉണ്ട്? 30s ഏതൊക്കെ ഉണ്ട്? ഇത് ഈ കഴിഞ്ഞ HS എക്സാമിന് ചോദിച്ചു. ഞാനത് പറഞ്ഞിരുന്നു. ഇത് തീർച്ചയായിട്ടും ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഇത് പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് ഇവിടെ RNA 50s യൂണിറ്റിൽ ഏതെല്ലാം ഉണ്ട്? 23s RNA, 5s RNA, പിന്നെ 30s യൂണിറ്റിൽ 16s RNA. ഈ 16s RNA ബേസ് ചെയ്തിട്ടാണ് കളവേഴ്സ് നടത്തിയത്. ഇനി പ്രോട്ടീൻ എന്ന് പറഞ്ഞു. ഇവിടെ രണ്ടിലും കൂടെ പ്രോട്ടീൻ 70s എത്രയുണ്ട്? 32ഉം 21ഉം അല്ലേ? അപ്പൊ അതും കൂടെ കൂട്ടി നമുക്ക് ചിലപ്പോൾ 50 അടുപ്പിച്ചെന്ന് പറയും, ചിലപ്പോൾ 49 എന്ന് വരും. അതും ആൻസർ തന്നെ. അപ്പൊ കൃത്യമായിട്ട് 32ഉം 21ഉം കൂടെ കൂട്ടി അത് ശരിക്കുമുള്ള ഒരു നമ്പർ തന്നെ പറയണമെന്നില്ല. 50 എന്ന് വരാം, 52, ചിലപ്പോൾ തരാൻ വളരെ എക്സ്ട്രീം ആയിരിക്കില്ല. അപ്പൊ 80 അങ്ങനെ തരത്തില്ല. ഇവിടെ നമുക്ക് യൂക്കാരിയോട്സിലെ ഇവിടെ 50ഉം 33, 80, 83. അപ്പൊ അത് ചിലപ്പോൾ 80 എന്ന് വരാം. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് മാറ്റും. ഒരു റഫ്ലി മനസ്സിലാക്കുക. ഇനി ലാർജർ യൂണിറ്റിൽ ഏതെല്ലാമാണ്? 60s 28s RNA, 5s RNA, 5.88 SRRNA, then 40s 18s RNA. കാണാതെ പഠിച്ചിരിക്കുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പല തരത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പൊ ഇതിൽ തന്നെ ഞാൻ പറയാം, ഇവിടെ പ്രോട്ടീൻ സിന്തസിസ് നമ്മൾ പഠിക്കുമ്പോൾ ഇതറിയാമല്ലോ. എന്താണ് പ്രോട്ടീൻ സിന്തസിസിലെ mRNA-യിലെ ഷൈൻ ഡാൽഗാർനോ സീക്വൻസ് 30s യൂണിറ്റിലെ mRNA-യിലെ 16s RNA-യുമായിട്ടല്ലേ അലൈൻ ചെയ്യുന്നത്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഓർമ്മയുള്ളവർ ഓർമ്മിക്കുക. അത് ചോദിക്കാം, മോളിക്കുലർ ബയോളജിയിൽ ചോദിക്കാം. അതുപോലെ റൈബോസൈമായിട്ട് ആക്ട് ചെയ്യുന്ന RNA ഏതാണ്? പ്രോകാരിയോട്സിൽ ഏതാണ്? ഓർമ്മ ഉണ്ടോ? 23s RNA ആണ്. എവിടെയാണ്? പ്രോട്ടീൻ സിന്തസിസിൽ നമ്മൾ പഠിക്കും. അതുപോലെ മറ്റൊരെണ്ണം ചോദിക്കാം, എന്താ പ്രോകാരിയോട്ടിലും യൂക്കാരിയോട്ടിക് റൈബോസോമിലും കോമൺ ആയിട്ട് കാണുന്ന RNA ഏത്? ഇതാ 5s RNA ഉണ്ടോ? 5s RNA. എല്ലാം ഇതുപോലെ ധാരാളം ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ വർഗീകരണവുമായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിലും ഞാനത് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നമ്മൾ ഇവിടെ വർഗീകരണവുമായിട്ട് ബന്ധപ്പെട്ട് 16s RNA ബേസ് ചെയ്തിട്ടാണ് കാൾവീസ് പറഞ്ഞത്. അത് 30s ഇരിക്കുകയാണ്. ഓക്കെ, നമുക്കിനെ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാം. നോക്കാം. സൈനോ ബാക്ടീരിയയിൽ ബ്ലൂ ഗ്രീൻ ആൾഗ. സൈനോ ബാക്ടീരിയയിൽ താഴെ പറയുന്നതിൽ ഏത് വിഭാഗത്തിലാണ് വർഗീകരിച്ചിരിക്കുന്നത്? എന്താ? സസ്യലോകം, ഫംഗസ് ലോകം, പ്രോട്ടിസ്റ്റ് ലോകം, മൊണീറ ലോകം. ഏതാണ്? സൈനോ ബാക്ടീരിയ അല്ല, ഇതില മൊണീറയിലല്ലേ വരുന്നത്. മൊണീറ ലോകത്തിൽ വരുന്ന ജീവികൾ ഡാഷാണ്. സ്വപോഷികൾ ഓട്ടോട്രോപ്പ്, പരപോഷികൾ ഹെറ്ററോട്രോപ്പ്, പരാതങ്ങൾ അഥവാ പാരസൈറ്റ്സ് ഇവയെല്ലാം അല്ലേ നമ്മളിപ്പോൾ പഠിച്ചതല്ലേ. താഴെ പറയുന്നവയിൽ ഏത് ജീവലോകത്തിലെ ജീവികൾക്കാണ് കോശഭിത്തി ചിലവയിൽ മാത്രം കാണുന്നത്? ഏതാണ് ചോയ്സ്? സസ്യലോകം, ഫംഗസ് ലോകം, പ്രോട്ടിസ്റ്റ് ലോകം അല്ലേ? ഓക്കെ, പല രൂപത്തിൽ ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതെല്ലാം നമ്മുടെ റാങ്ക് ഫയലിലുണ്ട് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ്. ദെൻ താഴെ പറയുന്നതിൽ 3 ഡൊമൈൻ വർഗീകരണത്തിൽ പെടാത്തത് ഏത്? 3 ഡൊമൈൻ വർഗീകരണത്തിൽ പെടാത്തത് ഏത്? യൂക്കാരിയ, ബാക്ടീരിയ, സൈനോ ബാക്ടീരിയ, ആർക്കിയ. ഏതാണ് അതിൽ പെടാത്തത്? ഇപ്പൊ നമ്മള് 3 ഡൊമൈനിൽ യൂക്കാരിയ ഉണ്ട്, ബാക്ടീരിയ ഉണ്ട്, പിന്നെ എന്തുണ്ട്? ആർക്കിയ ഉണ്ട്. അതല്ല
സൈനോബാക്ടീരിയ ആണ് ഇല്ലാത്തത്. ദെൻ ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേറം എന്ന പുസ്തകം രചിച്ചത് ജോൺ റേ ആണല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞു. ഓക്കെ, സോ if you like this video, please subscribe, like and share. Thank you.